പേരാമ്പ്ര മർദ്ദനത്തിൽ പോലീസിനെതിരെ പുതിയ ആരോപണങ്ങളും ദൃശ്യങ്ങളും ഷാഫി പറമ്പിൽ MP ഇന്ന് പങ്കുവയ്ക്കുന്നതാണ് രാവിലെ നമ്മൾ കണ്ടത്. സ്ഥലത്ത് സംഘർഷമുണ്ടാക്കിയത് ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ പിരിച്ചുവിട്ട CI അഭിലാഷ് ഡേവിഡ് ആണെന്നാണ് ആരോപണം. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ ആസൂത്രിതമായി തലയിലും മൂക്കിലും അടിച്ചുവെന്ന് MP പറയുന്നു. അഭിലാഷ് ഡേവിഡിനെ CPIM തിരിച്ചെടുത്തത് ഇത്തരം ഗുണ്ടായിസത്തിന് നേതൃത്വം നൽകാനാണെന്നാണ് ഷാഫി പറമ്പിൽ MPയുടെ ആരോപണം. ഷാഫി പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. അഭിലാഷ് ഡേവിഡ് വടകര കൺട്രോൾ റൂമിലെ CI ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോസ്റ്റിങ്ങിന്റെ വിവരം. വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോസ്റ്റിങ്ങിന്റെ താഴെ കാണുന്നില്ല. ഫോട്ടോയുടെ കോളം ബ്ലാങ്ക് ആണ്. പിരിച്ചുവിട്ടു എന്നുള്ളതാണ് പത്രമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ പിരിച്ചുവിട്ടതിന്റെ ഓർഡർ നോക്കുമ്പോൾ കാണുന്നില്ല. സസ്പെൻഷന്റെ ഓർഡർ കാണുന്നുണ്ട്. ഇനി ആ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് റിവോക്ക് ചെയ്യുന്ന കാര്യത്തിൽ പോലും കൂടെ ഉണ്ടായിരുന്ന ആളുകളെ റിവോക്ക് ചെയ്തതിന്റെ ഓർഡർ ഈസിലി അവൈലബിൾ ആണ്. ഇയാളെ തിരിച്ചെടുത്തതിന്റെ ഓർഡർ കിട്ടാനും പാടാ. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പഴയ SFI ബന്ധം എന്ന് മാത്രമല്ല, വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകൻ, ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിരന്തര സന്ദർശനത്തിൽ മേലുദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അതൃപ്തി പ്രകടിപ്പിച്ച ഒരാൾ. ഷാഫി പറമ്പിലിന്റെ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥനായ അഭിലാഷ് ഡേവിഡ്. തനിക്ക് കിട്ടിയത് സസ്പെൻഷൻ മാത്രമാണ്, സസ്പെൻഡ് ചെയ്തവർ തന്നെ തിരിച്ചെടുത്തെന്നും അഭിലാഷ് ഡേവിഡ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അഭിലാഷിന് പറയാനുള്ളത് കൂടി കേൾക്കാം. അതെ, സസ്പെൻഷൻ ആണോ സാറേ, അത് ഡിസ്മിസിലാണോ ഉണ്ടായത്? ഡിസ്മിസിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങളെ 3 പേരെ സസ്പെൻഡ് ചെയ്യുള്ളൂ. ആഹാ, അത് ശരി സാറേ. വേറെ കാര്യം, പുള്ളി MP പറഞ്ഞത് സാറാണ് ഈ പേരാമ്പ്രയിൽ നടന്ന സംഭവത്തിൽ പുള്ളിയെ മർദ്ദിച്ചത് എന്നാണ്, വടി ഉപയോഗിച്ചിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാ ഒരു കറുത്ത ഹെൽമെറ്റ് വെച്ചവനാണ് അടിക്കുന്നത്. എന്റെ ഒരു കാക്കി ഹെൽമെറ്റ് ആണ്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്കില്ലുണ്ട്, അതിലും കാക്കി ഹെൽമെറ്റ് ആണ്. അടിക്കുന്നത് കറുത്ത ഹെൽമെറ്റ് വെച്ച ഒരാള്. ഹെൽമറ്റിന്റെ കാര്യം അഭിലാഷ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പേര് ഇന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അതേക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചു പോയത്. ആരാണ് ഈ അഭിലാഷ് ഡേവിഡ്? അറിയാത്തവർക്ക് പറഞ്ഞു തരാം. ആ അഭിലാഷ് ഡേവിഡിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാ സെന്ററിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് വരാം. നിലവിൽ വടകരയിലാണ് ജോലി ചെയ്യുന്നത്. വടകര കൺട്രോൾ റൂം CI ആയിട്ട് പ്രവർത്തിക്കുന്നയാളാണ് അഭിലാഷ് ഡേവിഡ്. അപ്പോൾ ആ ഒരു ഒറ്റ വരിയിൽ നിന്ന് മാറി അഭിലാഷ് ഡേവിഡ് ആരാണ് എന്നത് നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് പരിശോധിക്കാം. നിലവിൽ ഇപ്പോൾ വടകര കൺട്രോൾ റൂം CI ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിലാഷ് ഡേവിഡ് സർവീസിലുള്ള ഉദ്യോഗസ്ഥനാണ് എന്നത് വ്യക്തമാണല്ലോ. 2023 ജനുവരി 20 അഭിലാഷ് ഡേവിഡിനെ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത വന്നിരുന്നു. ആ വാർത്തയായിരിക്കാം ഷാഫി പറമ്പിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉദ്ധരിച്ചത്. പക്ഷേ അഭിലാഷ് പറയുന്നത് തന്നെ പിരിച്ചുവിട്ടതല്ല, തന്നെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് എന്നതാണ്. അപ്പോൾ അത് പിരിച്ചുവിടലായിരുന്നില്ല, സസ്പെൻഷൻ ആണെന്ന് അഭിലാഷ് പറയുന്നു. അന്ന് 2023 സംഭവത്തിന് ശേഷം 1.5 വർഷം കഴിഞ്ഞാണ് അഭിലാഷിനെ തിരിച്ചെടുത്തത്. നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 1.5 കൊല്ലത്തിന് ശേഷം അഭിലാഷിനെ തിരിച്ചെടുത്തു എന്നതാണ്. സസ്പെൻഡ് ചെയ്യുന്ന വേളയിൽ റെയിൽവേ ഇൻസ്പെക്ടർ പദവിയിലായിരുന്നു അഭിലാഷ് ഡേവിഡ് ഉണ്ടായിരുന്നത്. അന്ന് അഭിലാഷിന് നടപടി നേരിടേണ്ടി വന്ന കാര്യങ്ങൾ എന്താണ് എന്നതുകൂടി നമുക്ക് പറയണം. ലൈംഗിക പീഡന കേസ്, ഗുണ്ടാബന്ധം, അന്വേഷണത്തിലെ വീഴ്ച, ഈ 3 കുറ്റങ്ങളാണ് ആ സസ്പെൻഷൻ നടപടിയിലേക്ക് അഭിലാഷിനെ കൊണ്ടുപോയത്. അപ്പോൾ ഷാഫി പറഞ്ഞ ഈ ഗുണ്ടാബന്ധം എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. ആ ഗുണ്ടായിസത്തിന്റെ പേരിലാണ് വീണ്ടും അഭിലാഷിനെ തിരിച്ചു കൊണ്ടുവന്നത് എന്നതാണ് ഷാഫിയുടെ വാദം.